പടം ഞങ്ങളുടെ പയ്യനാണ്. ഞങ്ങളതാ. വെങ്കടേഷ് കിടിലം ഒന്നും പറയാനില്ല. ചേർത്തുപേടെ നമ്മളെ ചെറുക്കിനെ തന്നെ ചുട ഇടലില്ല. അണ്ണൻ പാസമൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും ഒരു പീക്കിലങ്ങ് പോകുന്നുണ്ട്. വില്ലൻ നമ്മുടെ മലയാളികളുടെ വെങ്കിട നല്ല പ്രകടനമാണ്. വെങ്കി കൊടൂര വില്ലൻ, വെങ്കി നൈസായിട്ടുണ്ട്. വില്ലനൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പടം നല്ല പടം. സിനിമാറ്റോഗ്രഫി അത് പ്രത്യേകിച്ച് പറയുന്നത് രണ്ട് മലയാളികളാണ്. എപ്പോഴും നായകൻ 100 വെടികൊണ്ട് കൊണ്ടിട്ടും പിന്നെ അയാളുടെ അടുത്ത് തന്നെ കൈകൊണ്ട് നുള്ളി പറക്കി കളഞ്ഞിട്ട് പക്ഷേ ഒരു സാധനം പോലും അൺവാണ്ടഡ് ആയിട്ട് ഇട്ടിട്ടില്ല. വിജയ് ദേവരം കൊണ്ടാണ് ഈ പൊളി, ഒരു രക്ഷയില്ല. കിടിലം ചില ഹൈ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. മലയാളികൾ ക്യാമറമാൻ ജോമോണ്ടി ജോണും. വെങ്കടേഷ് കിടിലം ഒന്നും പറയാനില്ല. പുള്ളി പെർഫെക്റ്റ് വില്ലൻ, ആ ഹീറോയ്ക്ക് പറ്റിയ വില്ലൻ തന്നെ. കുഴപ്പമില്ലെന്ന് പറയാനുള്ളൂ. കൊള്ളാം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എടുത്തു പറയുന്ന സിനിമയിൽ ചേർത്തുപേടെ നമ്മളെ ചെറുക്കിനെ തന്നെ ചുട ഇടലില്ല. പയ്യൻ തകർത്തിട്ടുണ്ട്. മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു ഹീറോ ആയിട്ട് സൂപ്പറായിട്ട്. അന്നത്തിന് മ്യൂസിക് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് വളരെ ഷോക്കാണ്. കൊള്ളാം, നല്ല സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഒരു കംബാക്ക് പോലെ ആയിരുന്നു. ഒരു കരിയർ ബെസ്റ്റ് മൂവി തന്നെ പറയാം. വിഷയം ഒരു രക്ഷയില്ല. കിടിലം പെർഫോമൻസ്. പക്ഷേ ഒരു ചെറിയൊരു ഒരു അണ്ണൻ പാസമൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലും ഒരു പീക്കിലങ്ങ് പോകുന്നുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും അനിരുദ്ധിന്റെ ബീജിയം പ്ലേസ്മെന്റ് എല്ലാം പക്കയായിട്ടുണ്ട്. അനിരുദ്ധ് തകർത്ത്. അത് മങ്ങേരിയായിരുന്നു. നല്ലൊരു വിജയുടെ എല്ലാ സിനിമയിലും പുള്ളിയുടെ നല്ല ആക്ടിങ് ആണല്ലോ. നല്ലൊരു മൂവിയാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് പറയാനുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു ബോറിംഗ് ഒന്നുമല്ല. അല്പവും മുഷിവുണ്ടാക്കുന്ന സിനിമയൊന്നുമല്ല. വില്ലൻ നമ്മുടെ മലയാളികളുടെ വെങ്കിട നല്ല പ്രകടനമാണ്. പുള്ളിയുടെ എനിക്കത് മലയാളത്തിലും എല്ലാ ഭാഷകളിലായിട്ട് പുള്ളിക്ക് ഏറ്റവും നല്ലൊരു വേഷം കിട്ടിയ ഈ സിനിമയിലാണ്. നന്നായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി അത് പ്രത്യേകിച്ച് പറയുന്നത് രണ്ട് മലയാളികളാണ്, ഗിരീഷും ജോമോനും. അവർ രണ്ടുപേരുമാണ് സിനിമാറ്റോഗ്രഫി. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പിന്നെ ബാക്കിയുള്ള പെർഫോമൻസ് ആയാലും നല്ലൊരു മൂവി. പിന്നെ ഈ പറഞ്ഞ പോലെ റിയാലിറ്റിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു തെലുങ്ക് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ സൂപ്പറായിട്ടുണ്ട്. വെങ്കി കൊടൂര വില്ലൻ, വെങ്കി നൈസായിട്ടുണ്ട്. അതെ നല്ല അഭിപ്രായം. നൈസായിട്ടുണ്ട്. ഗുഡാ, എല്ലാം കൊള്ളാം. പിക്ചറെല്ലാം സമയം പോയതേ അറിഞ്ഞില്ല. നല്ല ക്യാമറ വർക്ക്, നല്ല എഡിറ്റിംഗ്, ഡയറക്ഷൻ സൂപ്പർ. നല്ല വില്ലനൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പടം നല്ല കൊള്ളാം. പടം ഞങ്ങളുടെ പയ്യനാണ്. ഞങ്ങളതാ. ഒരിക്കലും അസംഭവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നായകൻ 100 വെടികൊണ്ട് കൊണ്ടിട്ടും പിന്നെ അയാളുടെ അടുത്ത് തന്നെ കൈകൊണ്ട് നുള്ളി പറക്കി കളഞ്ഞിട്ട് തിരിച്ചു വരുന്ന നായകൻ. അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും നോർമലായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീർച്ചയായിട്ടും പറയാം. പുള്ളിയുടെ കംബാക്ക് എന്നല്ല, പുള്ളി എല്ലാ സിനിമകളിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കൊള്ളാം. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഈഡിയുടെ കംബാക്കാണ് കേട്ടോ. കംബാക്കോട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് പുള്ളി പണിയെടുത്തിട്ടുണ്ട്. അനിരുദ്ധും ആ ഒരു 2 മണിക്കൂർ 50 മിനിറ്റോളം ഉണ്ട്. നല്ല രീതിക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ ഒരു സാധനം പോലും അൺവാണ്ടഡ് ആയിട്ട് ഇട്ടിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് സാധനം അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ജെഴ്സി എന്ന് പറഞ്ഞ പടമുണ്ട്, ഈ ഡാക്ടറിൻ്റെ. ആ പടം കണ്ടിട്ട് വർക്കായ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് റിലീസായപ്പോൾ ഫ്ലോപ്പായിരുന്നു. പിന്നെ അവന്മാർ തലപ്പൊക്കി കൊണ്ട് കിടന്ന് കൊള്ളാമെന്ന് പറഞ്ഞു. ഇതും അങ്ങനെ ചെയ്യരുത്. അന്ന് നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണുക. വിജയ് ദേവരം കൊണ്ടാണ് ഈ പൊളി, ഒരു രക്ഷയില്ല. പറയാൻ പറ്റുള്ളൂ. നല്ല പടമാണ്. എനിക്ക് നന്നായിട്ട് വർക്കായി.